തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ വിലക്കി ബാർ കൗൺസിൽ. ബാർ കൗൺസിൽ സ്വമേധയാ നടപടിയെടുത്തുവെന്ന് ഭാരവാഹികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ബെയിലിൻ ദാസിന് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് വിലക്ക്. ബെയിലിൻ ദാസിനെതിരായ പരാതി പൂർണ്ണമായും ശരിയെന്ന് ഇടക്കാല റിപ്പോർട്ട്. എൻക്വയറി കമ്മിറ്റിയും ബാർ അസോസിയേഷനും നൽകിയ റിപ്പോർട്ടുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. വിവരങ്ങളായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, സീനിയർ അഭിഭാഷകനെ വിലക്കിയിരിക്കുന്നു, വിവരങ്ങൾ. കൃഷ്ണരാജ്, ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബെയിലിൻ ദാസിനെയാണ് കോടതികളിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും കേരള ബാർ കൗൺസിൽ വിലക്കിയിരിക്കുന്നത്. അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരും വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബെയിലിൻ ദാസിന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ബെയിലിൻ ദാസിന്റെ ഭാഗവും പരാതിക്കാരുടെ ഭാഗം അടക്കം കേട്ടതിന് ശേഷമായിരിക്കും 3 അംഗ അച്ചടക്ക സമിതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. എന്തായാലും നിലവിൽ ബാർ കൗൺസിൽ യോഗത്തിന് ശേഷം, അതായത് ഓൺലൈനായിട്ട് ബാർ കൗൺസിലിന്റെ അംഗങ്ങൾ യോഗം ചേർന്നതിന് ശേഷമാണ് നടപടി എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമാത്രവുമല്ല, നിന്ദ്യമായിട്ടുള്ള നടപടിയാണ് ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അസാധാരണമായിട്ടുള്ള ഒരു സംഭവം. നേരത്തെ തന്നെ 2 അംഗ എൻക്വയറി കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് വസ്തുതാന്വേഷണ റിപ്പോർട്ട് തേടിയിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ബാർ അസോസിയേഷനിൽ നിന്നും റിപ്പോർട്ട് തേടിയിരുന്നു. ഈ 2 ഇടക്കാല റിപ്പോർട്ടിലും ബെയിലിൻ ദാസിനെതിരായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും 100% ശരിയാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തുടർ നടപടി അച്ചടക്ക സമിതിയാണ് തീരുമാനിക്കുക. അതിനനുസൃതമായിട്ട് നിലവിൽ ഒരു നടപടി എന്നുള്ള രീതിയിൽ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ബെയിലിൻ ദാസിന് നോട്ടീസും ബാർ കൗൺസിൽ അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസിന്മേലുള്ള മറുപടി അടക്കം ഇനി അച്ചടക്ക സമിതിയായിരിക്കും കേൾക്കുക. അച്ചടക്ക സമിതിയുടെ അന്തിമ തീരുമാനം വരും വരെയാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടി ബാർ കൗൺസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ ഈ ഒരു മർദ്ദനത്തെ ലഘൂകരിച്ച് കണ്ടു എന്നുള്ള ഒരു ആക്ഷേപം പരാതിക്കാർ തന്നെ ഉന്നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലും ബാർ കൗൺസിൽ മറുപടി വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു സംഭവത്തെ ഒരു സംഭവത്തിൽ കുറ്റക്കാരനായിട്ടുള്ള ബെയിലിൻ ദാസിനെ ഒരു തരത്തിലും ബാർ അസോസിയേഷനിലെ അംഗങ്ങൾ ആരും തന്നെ സംരക്ഷിച്ചിട്ടില്ല. കുറ്റക്കാരന് എതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അനുയോജ്യമായിട്ടുള്ള അനുകൂല നിലപാട് തന്നെയാണ് തിരുവനന്തപുരം ബാർ അസോസിയേഷൻ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും സംരക്ഷിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളും ബാർ കൗൺസിൽ ഇന്ന് യോഗം ചേർന്നതിന് ശേഷം ചെയർമാൻ TS സജിത്ത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അഭിഭാഷക വൃത്തി, അതായത് കോടതികളിൽ നേരിട്ട് ഹാജരാകാനായിട്ടുള്ള എല്ലാ നടപടി ക്രമങ്ങളിൽ നിന്നുമാണ് നിലവിൽ ബെയിലിൻ ദാസിനെ കേരള ബാർ കൗൺസിൽ വിലക്കിയിട്ടുള്ളത്. അച്ചടക്ക സമിതിയുടെ മുന്നിലായിരിക്കും ഇനി അന്തിമ തീരുമാനം ഉണ്ടാകുക. അന്തിമ തീരുമാനം വരും വരെയാണ് താൽക്കാലികമായിട്ട് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൃഷ്ണരാജ്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകി.